നമസ്കാരം. 2025 വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ വേളയിൽ ഇന്ന് എന്ത് ടോപ്പിക് ഡിസ്കസ് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിലൂടെ കടന്നു വന്നത് നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റിയാണ്. ഭീമമായ ലോൺ എടുത്ത് കടക്കണിയിൽ പെട്ട ആളുകൾ, വ്യക്തതയില്ലാതെ പണം മുഴുവൻ ഷെയർ മാർക്കറ്റ്, MLM തുടങ്ങിയ പദ്ധതികളിലിട്ട് പണം നഷ്ടപ്പെട്ട ആളുകൾ, ഇങ്ങനെ നിരവധി കേസുകൾ. ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പാഠമായി ഉണ്ടെങ്കിലും 2025 മുതൽ വരാനിരിക്കുന്ന വർഷങ്ങളിൽ നമ്മളെല്ലാം മുൻകരുതൽ എടുക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്, ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ കുടുംബം കടക്കണിയിൽ പെടുമെന്ന ഉറപ്പാണ്. ഇത് തമാശയല്ല, കാര്യമാണ്. കേൾക്കുമ്പോൾ നെഗറ്റീവായി തോന്നുമെങ്കിലും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നതിന് വ്യക്തമായ കണക്കുകളും വസ്തുതകളുമുണ്ട്. ഇതിലേക്കാണ് നമ്മൾ വരുന്നത്. സോ ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ ടിൽ ദ എൻഡ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എന്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. എന്തുകൊണ്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായി താളം തെറ്റുമെന്ന് പറയുന്നത്? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യയെ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ചികിത്സാ ചെലവുകൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ മൊത്തം പണപ്പെരുപ്പം 4.9% മെഡിക്കൽ ഇൻഫ്ലേഷൻസ് എന്ന് പറയുന്നത് 14 to 15%. ഇത് ഒരു സാധാരണക്കാരന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. രണ്ടാമത്തെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ആശുപത്രി മേഖലകളിൽ വരുന്ന കോർപ്പറേറ്റ് നിക്ഷേപങ്ങളാണ്. ആഗോള ഭീമൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളായ ബ്ലാക്ക് സ്റ്റോൺ റോക്കും KKRഉം ഈ അടുത്ത ഇന്ത്യൻ ആശുപത്രികളിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മൂലധന നിക്ഷേപങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തിന്? കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും കോർപ്പറേറ്റ് ശൃംഖലകളുടെ മൂലധന നിക്ഷേപം ഇതിനകം എത്തിക്കഴിഞ്ഞു. ഇതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ബ്ലാക്ക് സ്റ്റോൺ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി സപ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡിന്റെയും ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെയും ലയനം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ രണ്ട് കമ്പനിയുടെയും ലയനം മൂലമുണ്ടാകുന്ന ടോട്ടൽ മൂലധന നിക്ഷേപം ഏകദേശം 40,000 കോടി രൂപയാണ്. 2. കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇതിനകം തന്നെ 2,500 കോടിയുടെ വിദേശ നിക്ഷേപം എത്തിക്കഴിഞ്ഞു. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രി ശൃംഖലകൾ വ്യാപകമായി കേരളത്തിൽ ആശുപത്രികൾ തുറക്കുന്നു. എന്തിന്? മൂവാറ്റുപുഴയിലെ ഒരു ചെറിയ ഹോസ്പിറ്റലായ സബിൻ ഹോസ്പിറ്റലിൽ ഈ അടുത്ത് വന്നത് 420 കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ്. ഈ വസ്തുതകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത് എന്താണ്? ഇതിൽ ഒന്ന്, ഇന്ത്യൻ ചികിത്സാ രംഗം നൂതനമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. 2. ചികിത്സാ രംഗത്തെ ചെലവുകൾ കുത്തനെ ഭീമമായി വർദ്ധിക്കാൻ പോകുന്നു. കാലത്തിന് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ തടയുക അസാധ്യമാണ്. ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ഇതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം പ്രായോഗികമായിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രം നല്ല ചികിത്സ എന്ന സ്ഥിതിയിലേക്ക് ഇന്ത്യ മാറാൻ ഇനി അധികം സമയം വേണ്ടിവരില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഒരു പരിധി വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരാതികൾക്കും മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ധൈര്യമായി വിളിക്കാവുന്നതോ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.